ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 4ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് ടങ്ങന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ മുയിച്ചിറോന്റെ അടുത്തോട്ട് വന്ന നമ്മുടെ താൻജിറോനെയാണ് കാണുന്നത്. എന്ന് നോക്കുന്ന നമ്മുടെ താൻജിറോ കാണുന്നത് ഒരുപാടധികം ഡീമൺ സ്ലേയേഴ്സിനെ അടിച്ചിട്ട് നിൽക്കുന്ന നമ്മുടെ മുയിച്ചിറോനെയാണ്. എന്നെ കൊണ്ട് ഇത്ര സാധിക്കത്തുള്ളൂ, എന്നെ കൊണ്ട് ഇനിയും വയ്യ, നിന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ സാധിക്കത്തുള്ളെങ്കിൽ നീ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഒരു ഡീമന്റെ ഭഷ്ടമായിട്ട് മാറും. ഇതൊക്കെ കേട്ട് വളരെയധികം ദേഷ്യം വന്ന ആ ഡീമൺ സ്ലെയർ ആണെങ്കിൽ നമ്മുടെ മുയിച്ചിറോനെ അടിക്കാൻ പോവുകയാണ്. അവനെയാണെങ്കിൽ നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ അടിച്ച് തറയിലിടുന്നു. ഇത് ശരിക്കുള്ള ഒരു ഫൈറ്റ് ആയിരുന്നെങ്കിൽ നീ ഇപ്പൊ തന്നെ 4 തവണ മരിച്ചു. ഇതേ സമയം തന്നെ അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും താരയിൽ നിന്ന് എഴുന്നേക്കുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ മൂവ്മെന്റ്സ് ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ അടിച്ച് തറയിലാണ് നീ കാണിക്കുന്നത്. നീ വീണ്ടും മരിച്ചു എന്ന് നമ്മുടെ മുയിച്ചിറോ നേരത്തെ പറഞ്ഞ ആളോട് തന്നെ പറയുന്നു. കൂടെയുള്ള ആരെങ്കിലും മരിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും ഫൈറ്റ് നിർത്താൻ പാടില്ല, അഥവാ നിർത്തിയാൽ നിങ്ങളും അവിടുന്ന് മരിച്ചെന്നാണ് അർത്ഥം എന്ന് ഒരാളോട് നമ്മുടെ മുയിച്ചിറോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരായിരുന്നു നമ്മുടെ മുയിച്ചിറോ താൻജിറോനെ കാണുന്നത്. താൻജിറോ നീ വന്നോ, നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞാനെന്ന് നമ്മുടെ മുയിച്ചിറോ താൻജിറോട് പിന്നീട് കാണിക്കുന്നത് പുറത്തോട്ട് വന്ന ഡീമൺ സ്ലേയേഴ്സിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുയിച്ചിറോന്റെ കാക്കേനെയാണ്. ഉപകാരമില്ലാത്തവരൊക്കെ പുറത്തോട്ട് വന്നോ, നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല, നീയൊക്കെ വെറുതെ എന്നെ മാസ്റ്ററിന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജിറോ പറയുകയാണ്, ഇത് മുയിച്ചിറോന്റെ കാക്കയല്ലേ, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. നീയൊക്കെ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കട്ടെ, ഇനി എന്നെ ഇങ്ങനെ നോക്കിയാ നിന്റെയൊക്കെ കണ്ണു കുത്തി പൊട്ടിക്കുമെന്ന് പറയുകയാണ് ആ കാക്ക. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ താൻജിറോ എടുത്തോട്ട് മുയിച്ചിറോ വരുന്നത്. ഹേ മുയിച്ചിറോ, എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്, നിങ്ങളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാതിരിക്കുമോ, ഞാനും നിന്നെ കണ്ടിട്ട് കുറെ നാളായെന്ന് മുയിച്ചിറോ താൻജിറോട് പറയുന്നു. അങ്ങനെ നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ നമ്മുടെ താൻജിറോനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് നമ്മുടെ താൻജിറോ കാണുന്നത് നമ്മുടെ സോർഡ് സ്മിത്ത് കാനമുരി. കാനമുരി എന്തൊക്കെയുണ്ട്, എത്ര നാളായി കണ്ടിട്ട്. ഹേ താൻജിറോ, നിങ്ങളെ വീണ്ടും കണ്ടതിന് വളരെയധികം സന്തോഷമുണ്ട്. അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ താൻജിറോ കാനമുരിയോട് ചോദിക്കുന്നു. ഞാൻ വരാൻ പറഞ്ഞുകൊണ്ട് അയാൾ വന്നേന്ന് നമ്മുടെ മുയിച്ചിറോ പറയുന്നു. എന്നിട്ടൊരു സോഡ് എടുക്കുന്നു. കുറച്ചുകൂടെ പുറമോട്ടിറങ്ങിയിട്ട് എന്റെ നേരെ കട്ടാന പിടിക്കാൻ നമ്മുടെ മുയിച്ചിറോ താൻജിറോട് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ താൻജിറോ കുറച്ചുകൂടെ പുറമോട്ട് ഇറങ്ങിയിട്ട് ആ കട്ടാന പിടിക്കുന്നു. അങ്ങനെ തന്നെ ഇനി അനങ്ങരുതെന്ന് മുയിച്ചിറോ പറയുന്നു. എന്നിട്ട് ഒരു പേപ്പർ പ്ലെയിൻ എടുത്തിട്ട് ആ കട്ടാനയുടെ നേരെ എറിയുന്നു. ആ കട്ടാനെ കൊണ്ട് ആ പേപ്പർ പ്ലെയിൻ രണ്ടായിട്ട് മുറിഞ്ഞ് നമ്മുടെ താൻജിറോയുടെ 2 സൈഡിൽ കൂടെ പോകുന്നു. വാവ്, അമേസിംഗ്, ഇത് വളരെയധികം ഷാർപ്പാണല്ലോ. ഇതിനു വേണ്ടിയാണ് മിസ്റ്റർ കാനമുരിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് മുയിച്ചിറോ പറയുന്നു. എന്റെ കട്ടാന എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇരിക്കണം. ഞാൻ എപ്പോ ഒരു ഫൈറ്റിന് പോകാൻ ഇറങ്ങിയാലും ആ ഫൈറ്റിന് പോകാൻ പറ്റുന്നത് പോലെ തന്നെ ആ വാള്. ഈ കാര്യം ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തുകൊള്ളാം. മാസ്റ്റർ തന്നെയാണ് വാളുകളൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ സ്ഥലം തന്നത്. പിന്നെ മാസ്റ്റർ എപ്പോഴാണെങ്കിലും അവരുടെ കാര്യം നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളാണല്ലോ നോക്കുന്നത്, അതിന് നമ്മൾ കടപ്പെട്ടിരിക്കണമെന്ന് മുയിച്ചിറോ പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജിറോ പറയുകയാണ് മുയിച്ചിറോ പറയുന്നതും സത്യം തന്നെയാണെന്ന് എന്ന് പറഞ്ഞിട്ട് മുയിച്ചിറോനെ നോക്കി നിൽക്കുകയാണ്. ഇത് നമ്മളെ കാണിക്കുന്നത് സോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന മുയിച്ചിറോനെയാണ്. മുയിച്ചിറോ ഇതേ സമയം തന്നെ ഒരു ഡീമൺ സ്ലെയറിന്റെ കയ്യിൽ അടിക്കുന്നു. ഇതേ സമയം തന്നെ ഡീമൺ സ്ലെയറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ വടി താരോട്ട് പോവുകയാണ്. ആ വടി എടുക്കടാന്ന് മുയിച്ചിറോ ആ ഡീമൺ സ്ലെയറിനോട് പറയുന്നു. ആ ഡീമൺ സ്ലെയർ ആ വടി എടുത്തിട്ട് നമ്മുടെ മുയിച്ചിറോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുയിച്ചിറോ ഈസി ആയിട്ട് തന്നെ അവനെ അടിച്ച് തറയിലിടുന്നു. അങ്ങനെ മുയിച്ചിറോ അടിച്ചിട്ട് ആ ഡീമൺ സ്ലെയറിനോട് മുയിച്ചിറോ പറയുകയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് നിന്റെ എതിരാളിയുമായിട്ട് അറ്റാക്ക് ചെയ്ത് തോപ്പിക്കാൻ സാധിക്കുമെന്ന്? നീ അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ്. നിനക്ക് ഒരിക്കലും ഡീമൺസുമായിട്ട് പിടിച്ചിരിക്കാൻ സാധിക്കത്തില്ല. നീ 10ൽ 9 തവണ വിജയിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു തവണയുണ്ടല്ലോ, ആ ഒരു തവണയുടെ വില നിന്റെ ജീവനായിരിക്കും. നീ ചെയ്യുന്ന എല്ലാ മൂവ്മെന്റ്സും നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുയിച്ചിറോ അവിടെ നിന്ന് പോവുകയാണ്. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ആ അടി കൊണ്ട ഡീമൺ സ്ലെയറിനോട് താൻജിറോ ചോദിക്കുന്നു. താൻജിറോ, നീ ഹാസ്രാസിനോടൊക്കെ ഈ ഹാസ്ര ട്രെയിനിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഇളവ് വരുത്താമെന്ന് ചോദിക്കാവോ? അത് ശരിയാ, ഇതിങ്ങനെ തുടർന്നാൽ ഒരു ഡീമനെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരിക്കും. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജിറോ പറയുകയാണ്, നമ്മളെക്കാട്ടിൽ ഒരുപാടധികം കഷ്ടപ്പെടുന്നത് മുയിച്ചിറോ ആണ്. നമ്മളെ ഇത്രയും പേരെ ഒറ്റയ്ക്കാണ് ആ ട്രെയിനിങ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാടധികം ബുദ്ധിമുട്ട് ഏൽക്കുന്നുണ്ട് നമ്മുടെ മുയിച്ചിറോയ്ക്ക് എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ആ ഡീമൺ സ്ലേയേഴ്സും അതുമായിട്ട് യോജിക്കും. അങ്ങനെ ആ ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവർ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ താൻജിറോ മുയിച്ചിറോ എങ്ങോട്ടോ പോകുന്നത് കാണുന്നത്. എല്ലാ ദിവസവും മുയിച്ചിറോ ഇങ്ങനെ പോകുന്നത് കാണാം, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ലെന്ന് ആ ഡീമൺ സ്ലേയേഴ്സ് പറയുന്നു. അങ്ങനെ രാത്രിയാകുന്നു. അതേ സമയം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ 4 നിരത്തിയിട്ടുള്ള കണ്ണിനെ കാണിക്കുന്നു. അവിടെ ഒരുപാടധികം കണ്ണുകൾ ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഈ കണ്ണുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഡീമനെയാണ്. ആ ഡീമനാണെങ്കിൽ വയലിൻ പോലത്തെ എന്തോ ഒരു സാധനം ഉപയോഗിച്ചാണ് ആ കണ്ണുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതേ സമയം തന്നെയായിരുന്നു ആ ഗ്രാമത്തിലൂടെ
അതിലൂടെ നമ്മുടെ മുയിച്ചിറോ അതുവരെ ഓടിപ്പോകുന്നത് ആ ഡീമൻ കാണുന്നത്. നമ്മളെ കാണിക്കുന്നത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒബനായിനെ സാനിമീനെയാണ്. വിൻഡ് ബ്രീത്തിങ് 4th ഫോം, സർപ്പൻ ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതേ സമയം തന്നെയായിരുന്നു അങ്ങോട്ട് മുയിച്ചിറോ വരുന്നത്. ഞാൻ നിങ്ങളുടെ ഫൈറ്റിന് ജോയിൻ ചെയ്യട്ടെ എന്ന് മുയിച്ചിറോ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സെനമി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രാവിലെ ട്രെയിനിങ് ചെയ്യാനുള്ളേ, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇവിടെ വരാറുണ്ട്, അത് നിങ്ങളുടെ ട്രെയിനിങ്ങിന് ബാധിക്കത്തില്ല എന്ന് ചോദിക്കുന്നു. ട്രെയിനിങ് ചെയ്യുന്ന ഡീമൺ സ്ലേയേഴ്സിനൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് തന്നെ അവർക്ക് ധാരാളമാണ്, പക്ഷെ എനിക്കത് പോരാ. അങ്ങനെ അവർ 3 പേരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതാണ് ശരിക്കുള്ള ഹാസ്ട്ര ട്രെയിനിങ് എന്ന് സെനമി പറയുന്നു. ശരി, ഞാനും ഒബനായും ഒരു ടീം, നിന്നെ കൊണ്ട് ഞങ്ങളെ തടുക്കാൻ പറ്റുമോന്നൊന്ന് നോക്കടാ എന്ന് മുയിച്ചിറോയോട് പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഹാസ്ട്രാസ് ഒക്കെ തമ്മിലുള്ള ഒരു മാസ് ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ ഒബനായിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഒബനായിക്കൊന്ന് ആലോചിക്കാൻ പോലും സമയം കൊടുത്തില്ല. അങ്ങനെ നമ്മുടെ മുയിച്ചിറോ സെനമീനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അവിടെ ഒരു വമ്പം ഫൈറ്റ് തന്നെ നടക്കുകയാണ്. അവർ ഫൈറ്റ് ചെയ്തൊക്കെ അവസാനിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സെനമി പറയുകയാണ്, അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ് അവസാനിച്ചു. ശരിക്കും അങ്ങനെ ആരെയും അങ്ങ് വേദനിപ്പിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ ആയാലും കൊള്ളാം. രാവിലെ വന്ന് ഡീമൺ സ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കും, വൈകിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യും. ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് സെനമി അവരോട് പറയുന്നു. മുയിച്ചിറോ എങ്ങനെയുണ്ട് നിന്റെ ട്രെയിനിങ് എന്ന് ഓപ്പനായി മുയിച്ചിറോട് ചോദിക്കുന്നു. ഇന്ന് എന്റെ അടുത്തോട്ട് താഞ്ചറോ എത്തി, വളരെയധികം പെട്ടെന്ന് തന്നെയാണല്ലോ അവൻ നിന്റെ അടുത്തോട്ട് എത്തിയെന്ന് നമ്മുടെ ഓപ്പനായി പറയും. ശരിയാണ്, അവന്റെ ശരീരത്തുള്ള മുറിവുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേന് തന്നെ അതൊക്കെ അങ്ങ് മാറും എന്ന് മുയിച്ചിറോ പറയുകയാണ്. എന്തൊക്കെ ആയാലും അവൻ എന്റെ അടുത്തോട്ടൊന്ന് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം ശരിക്കുള്ള ഹാഷാന്റെ പവർ എന്തുവാണെന്ന്. അവൻ എൻ്റെ അടുത്ത് കുറച്ച് കഷ്ടപ്പെടും എന്ന് പറയുകയാണ് നമ്മുടെ സെനമി. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം ഡീമൺ സ്ലേയേഴ്സിനൊക്കെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുയിച്ചിറോ. എന്തൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടും നമ്മുടെ മുയിച്ചിറോന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ആ ഡീമൺ സ്ലേയേഴ്സിന്. സമയം തന്നെയായിരുന്നു മുയിച്ചിറോ ഡീമൺ സ്ലേയേഴ്സിനോടൊക്കെ ഒരു കാര്യം പറയുന്നത്, ഈ വുഡൻ സോഡ് ഇത് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് അത്രയ്ക്ക് ടെൻഷനൊന്നും ഇല്ലാത്തത്, അതുകൊണ്ട് നമുക്ക് ശരിക്കുള്ള വാൾ വെച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ശരിക്കുള്ള വാൾ ഒരു ഡീമൺ സ്ലേയറിന് കൊടുക്കുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകാൻ മുയിച്ചിറോ പറയുന്ന സമയത്ത് ആ ഡീമൺ സ്ലേയറിന്റെ കാലൊക്കെ നല്ല രീതിയിൽ വിറയ്ക്കുന്നു. നല്ല രീതിയിൽ പേടിച്ചിട്ട് നിൽക്കുകയാണ് ആ ഡീമൺ സ്ലേയർ. കാരണം അവനിപ്പോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാസ്രന്റെ അടുത്താണ്. ഒരു ചെറിയ തെറ്റ് മതി അവന്റെ മരണം ഉറപ്പ്. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻസ്രോ പറയുകയാണ്, മുയിച്ചിറോ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്, ഇത് നല്ലതിലോട്ടല്ല പോകുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ മുയിച്ചിറോ ശ്രദ്ധിക്കുന്നില്ല. ആ ഡീമൺ സ്ലേയർ താരവേണ്ടിട്ട് പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ കേട്ട് നമ്മുടെ മുയിച്ചിറോ പറയുകയാണ്, അത് കുഴപ്പമില്ല, നീ ഈ തവണ ആലോചിക്കാതെ ഫൈറ്റ് ചെയ്യാൻ വന്നില്ലല്ലോ, ഇതൊരു ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് പറഞ്ഞ് അതിൽ കൂട്ടാമെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെ എനിക്ക് ഈ സോഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, എനിക്ക് ഒരിക്കലും നിങ്ങളുടെ കൂടെ ഈ സോഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറയുകയാണ് ആ ഡീമൺ സ്ലേയർ. നിങ്ങൾ രാത്രി എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാടധികം മുറിവുള്ള കാര്യം എനിക്കറിയാം, ഞാനിത് എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്യും എന്നാ ഡീമൺ സ്ലേയർ മുയിച്ചിറോയോട് പറയുന്നു. എനിക്കറിയാം നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടത്, പക്ഷെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പവർഫുൾ ഡീമനെ കൊല്ലാൻ സാധിക്കില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരിട്ടും ആഗ്രഹമില്ല നിങ്ങൾ ഒരു ഡീമന്റെ കയ്യിൽ നിന്ന് മരിക്കണമെന്ന്. എനിക്ക് ഒരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളൂ, നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്കും ഒരുപാടധികം സന്തോഷമാകുകയാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ താൻസ്രോയും അതുപോലെ തന്നെ മുയിച്ചിറോയും തമ്മിലാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുയിച്ചിറോ ആണെങ്കിൽ മുയിച്ചിറോയുടെ എല്ലാ ശക്തി എടുത്ത് നമ്മുടെ താൻസ്രോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ തടുക്കുന്നുണ്ട്. താൻസ്രോ നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആവാൻ വേണ്ടി നീ നല്ല രീതിയിൽ തന്നെ റിലാക്സ് ആവണം, എന്നാലേ നിനക്ക് നിന്റെ എതിരാളിയെ തോപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ മുയിച്ചിറോ പറഞ്ഞതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുയിച്ചിറോ ഒരുപാടധികം അറ്റാക്കുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻസ്രോ അതൊക്കെ തടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു മുയിച്ചിറോ പോലും അറിയാതെ നമ്മുടെ താൻസ്രോ മുയിച്ചിറോനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് മുയിച്ചിറോയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻസ്രോ നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. താൻസ്രോ നിനക്ക് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള സമയമായെന്ന് മുയിച്ചിറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് പോലും വിശ്വാസമാകുന്നില്ല. കാരണം അവനിവിടെ ട്രെയിനിങ്ങിന് വന്നിട്ട് ഇന്നേക്ക് 5 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞതാണോ? ഞാൻ ശരിക്കും തന്നെ പറഞ്ഞതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഇനി ഒന്നും നേടാനില്ലെന്ന് പറയുകയാണ് നമ്മുടെ മുയിച്ചിറോ. സമയം തന്നെ അവരുടെ പുറകിൽ നിന്ന് ഡീമൺ സ്ലേയർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അടുത്ത ഹാച്ചർ എടുത്തോട്ട് പൊക്കോട്ടെ, ഞങ്ങൾ വന്നിട്ട് 2 ആഴ്ചയായി. ആദ്യം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേക്ക്. നിങ്ങൾ ആദ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട്
അടുത്ത ട്രെയിനിങ് തരാമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട ആ ഡീമൺ സ്ലെയർ ചിന്തിക്കുകയാണ്, അയ്യോ ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ താൻജറോ മുയിച്ചിറോട് ഒരു കാര്യം ചോദിക്കുന്നത്. മുയിച്ചിറോ, നമുക്കാണെങ്കിൽ ഒരു പേപ്പർ പ്ലെയിൻ പരത്തുന്ന ഒരു കോമ്പറ്റീഷൻ നടത്തിയാലോ? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുയിച്ചിറോ നമ്മുടെ താൻജറോനെ തന്നെ നോക്കി നിൽക്കുന്നു. കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ കാനമൂരിയോട് താൻജറോ മുയിച്ചിറോയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുയിച്ചിറോ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കി പറത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് അയാൾക്ക് ഇഷ്ടമെന്ന്. ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്ന് താൻജറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുയിച്ചിറോ ഒന്ന് ചിരിക്കുകയാണ്. മറ്റുള്ള ഡീമൺ സ്ലേയേഴ്സിന് വേണ്ടി താൻജറോ സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ മത്സരത്തിന് വേണ്ടി റെഡിയാകുന്നു. ഈ എല്ലാ ഡീമൺ സ്ലേയേഴ്സും മത്സരം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നീ ഈ മാച്ചിൽ ഒരു തവണ വിജയിച്ചാൽ മാത്രം മതി, ഈ ഗെയിം എൻഡ് ആവും. പിന്നെ നീ ഒരു കാര്യം ചിന്തിച്ചോ, നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ മുയിച്ചിറോ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്ലെയിൻ പറത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും നമ്മുടെ താൻജറോനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ താൻജറോ ആദ്യം അറിയുന്നു, കുറച്ച് ദൂരമൊക്കെ പോയിട്ട് തന്നെ താഴെ വീഴുന്നു. അങ്ങനെ 8 റൗണ്ടുകൾ അറിയുന്നു. ആ 8 റൗണ്ടുകളിലും 8 തലയിൽ തന്നെ നമ്മുടെ താൻജറോ പൊട്ടുന്നു. അയ്യോ, ഒരു റൗണ്ടിൽ പോലും എനിക്ക് വിജയിക്കാൻ പറ്റില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. ഞങ്ങൾക്ക് ഒരു ചാൻസ് തരുമോ എന്ന് പറഞ്ഞ് അവിടെ ഉള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും നമ്മുടെ മുയിച്ചിറോവായിട്ട് പങ്കെടുക്കുകയാണ് ആ പ്ലെയിൻ വിടുന്ന മത്സരത്തിൽ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ആ പേപ്പർ പ്ലെയിൻസ് വിടുകയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ആ ഒന്നിച്ച് പോകുന്ന പ്ലെയിൻ കണ്ടുകൊണ്ട് തന്നെ അതൊരു വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയുള്ള ഒരു കാഴ്ചയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു റിലാക്സ് ആൻഡ് കാം ആകുന്നു. വളരെയധികം സന്തോഷമാവുകയാണ് അവർക്ക് എല്ലാവർക്കും. അതെ, മൂസാൻക്ക് ബിക്സുജി ഇപ്പൊ ടാർഗറ്റ് ചെയ്തത് നെസ്കോനെയാണ്. അതിനുള്ള കാരണം അവർക്ക് സൂര്യവെട്ടത്തൂടെ നടക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പൊ കുറെ നാളായിട്ട് ഒരു ഡീമൻസിനെ കാണാനൊന്നും പറ്റുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ ഡീമൻസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഹാസ്ട്രോസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് നെസ്കോയുമായിട്ട് ഇത്രയും നാൾ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ മിഷനിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ പ്രശ്നം കാരണം ഒരുപാടധികം പ്രശ്നങ്ങൾ നെസ്കോ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലും ആ ഡീമൻസ് ഒക്കെ എവിടെയാണെന്ന് നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മൂസാൻക്ക് ബിക്സുജി എല്ലാ ഡീമൻസിനെയും കൂടെ ഒത്തുചേർത്തിട്ട് ഒരു വലിയ വാറിന് തന്നെയാണ് തയ്യാറാകുന്നതെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും ഞാൻ എൻ്റെ ബെസ്റ്റ് തന്നെ കൊടുത്തിട്ട് നെസ്കോനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. നെസ്കോ ഇപ്പോൾ സേഫ് ആണോ? ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, ഈ ലോകത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്താണ് നെസ്കോനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മാസ്റ്റർ ഉറോക്കോഡാക്കിയാണ്. നമ്മുടെ താൻജറോ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഇതിനൊക്കെ ഒരു അവസാനം കണ്ടെത്തിയേ പറ്റൂ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ മൂസാൻക്ക് ബിക്സുജി ഇല്ലാതാക്കണം. താൻജറോ തലയാട്ടി ശരി എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ മുയിച്ചിറോന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ താൻജറോ ഇപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ മിത്സുരിയുടെ ട്രെയിനിങ്ങിലോട്ടാണ്. ഒരുപാട് നാൾ കഴിഞ്ഞ് നമ്മുടെ താൻജറോനെ കണ്ട മിത്സുരിക്ക് വളരെയധികം സന്തോഷമാകുന്നു. ഹേ മിത്സുരി, നിങ്ങൾ ഇവിടെ തേനീച്ചനെ വളർത്തുന്നുണ്ടോ? ഓ, അത് നീ കണ്ടുപിടിച്ചോ കൊച്ചു കള്ളൻ. അതെന്താന്ന് പറഞ്ഞാല് നമ്മുടെ തേനും അതുപോലെ തന്നെ ബ്രെഡ് നല്ല രുചിയാ, അതുകൊണ്ടാണ് ഞാൻ തേനീച്ചകളെ വളർത്തുന്നത്. നീ അകത്തോട്ട് വാ, എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ നിനക്ക് നല്ല ചായ നല്ല പം കേക്കും തരാമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്, ഞാൻ അവിടെ ട്രെയിനിങ്ങിന് തന്നെ അല്ലടാ വന്നേന്ന്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 4 4ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് എന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.